എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുകയാണോ? ഞങ്ങൾക്കെല്ലാം പോകണം. ഞങ്ങൾക്ക് ട്രെയിൻ, അടുത്ത ട്രെയിൻ തന്നെ ഇനി ഷൊർണൂരിലേക്ക് പോവാണ്. ഫാമിലി ആണോ അതോ എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളെയും കൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കി. വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ ഈ കുട്ടികളെയും കൊണ്ടേ ഫ്ലൈറ്റ് യാത്ര എന്നുള്ളൊരു കുട്ടികളെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മറൈൻ ഡ്രൈവ് പോകാൻ പറ്റിയില്ല, ആ ഒരു സങ്കടമുണ്ട്. അങ്ങനെ വരച്ചു. അതെ, അങ്ങനെ അത് കാരണം പറ്റിയില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ വിചാരിച്ചായിരുന്നു. എന്താണ് ഇവിടെ നിൽക്കുന്നത് ചോദിക്കാം. ചേട്ടാ, പണിമുടക്ക് വലിയ ദുരിതത്തിലായോ? ഇല്ല, ഞങ്ങള് അങ്ങനെ ഞങ്ങൾക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല. ഇപ്പൊ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഞങ്ങള് ഇവിടെ ഉള്ള ആൾക്കാരല്ല, ഞങ്ങള് മലപ്പുറത്തുള്ള ആളാണ്. ഞങ്ങള് കുട്ടികളെയും കൊണ്ട് വന്നതാണ്. ഭക്ഷണം കഴിച്ച് ട്രെയിനിന് പോകാനുള്ള പണിമുടക്ക് ദിവസം ആയതുകൊണ്ട് എങ്ങും പോകാൻ പറ്റുന്നില്ല. കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് ഒരു ഫ്ലൈറ്റ് യാത്രയും കൂടി ഉൾപ്പെടുത്തി ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ അവിടുന്ന് എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങള് നെടുമ്പാശ്ശേരിക്ക് കരിപ്പൂരിന്ന് ഫ്ലൈറ്റിൽ വന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ മെട്രോ വന്നു. ഞങ്ങൾക്ക് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും വല്ലാതെ വന്നില്ല. മെട്രോ ഒരു അനുഗ്രഹമാണ്. അതെ അതെ, തീർച്ചയായും. മെട്രോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ടാണോ കയറുന്നത്? അല്ല, രണ്ടാമത്തെ. മോനോ? ഞാൻ മൂന്നാമത്തെ മെട്രോയില്. സാറാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഈ പണിമുടക്ക് നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കി. ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കി. വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ ഈ കുട്ടികളെയും കൊണ്ടേ ഫ്ലൈറ്റ് യാത്ര എന്നുള്ളൊരു കുട്ടികളെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇപ്പോൾ യാദൃശ്ചികമായിട്ട് നമ്മളെ ശ്രദ്ധപ്പെടാതെ ഈ ബന്ധം ഉണ്ടായത്. അപ്പോൾ നമ്മളിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും തന്നെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മെട്രോ അത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. മെട്രോയിൽ വന്നിറങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. കരിപ്പൂരിൽ നിന്നും നിങ്ങൾ എപ്പോഴാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത്? കരിപ്പൂരിൽ നിന്ന് ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എത്തിയത് ഏകദേശം ഒരു 10 മണിയോട് കൂടി ഞങ്ങൾ നെടുമ്പാശ്ശേരി എത്തി. അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് എങ്ങനെ? അവിടുന്ന് ഞങ്ങൾ മെട്രോന്റെ സർവീസ് വെയിറ്റ് ചെയ്തു. മെട്രോ സർവീസ് കിട്ടി. അവരെ ബസ് ഇവിടെ വന്നു. പിന്നെ ഇപ്പം നമ്മൾ ലുലു മാളിൻ്റെ വഴിയിലൊക്കെ ഒന്ന് പോടെ ഇറങ്ങണം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ലുലു ക്ലോസ്ഡാണ്. പിന്നെ നമുക്ക് മറൈൻ ഡ്രൈവിൻ്റെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയ സമയത്ത് അവിടെ നിന്ന് വണ്ടികളൊന്നും ഇല്ല കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി. അതിൽ വീണ്ടും ആ മെട്രോ തന്നെ തിരിച്ച് ഞങ്ങൾ വന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അങ്ങനെയാണ് ഇപ്പം ഉണ്ടായത്. ഇപ്പം എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുകയാണോ? ഞങ്ങൾക്കെല്ലാം പോകണം. ഞങ്ങൾക്ക് ട്രെയിൻ, അടുത്ത ട്രെയിൻ തന്നെ ഇനി ഷൊർണൂരിലേക്ക് പോവാണ്. ഫാമിലി ആണോ അതോ എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളെയും കൊണ്ട് അങ്ങനെ ഞങ്ങൾ മലപ്പുറം മഞ്ചേരി PMSA ഹയർ സെക്കൻഡറി സ്കൂൾ എളങ്കൂർ. കുട്ടികളെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യിപ്പിക്കാണോ? ഞങ്ങൾ 14 കുട്ടികൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യിക്കാന്നുള്ളൊരു പരിപാടിയിട്ട് അങ്ങനെ വന്നതാണ്. 4 ടീച്ചേഴ്സ്. ഫ്ലൈറ്റ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസം. നല്ല രസമായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ ഫ്ലൈറ്റ് യാത്ര? അടിപൊളിയായിരുന്നു. കൊച്ചി ആസ്വദിക്കാൻ പറ്റിയില്ല? ഇല്ല ഇല്ല. എങ്ങനെ ടീച്ചറാണല്ലേ? അതെ, ആദ്യത്തെ യാത്രയായിരുന്നു. അടിപൊളിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ എങ്ങനെയാണ് സെലക്ട് ചെയ്തതൊക്കെ? കുട്ടികളെ ശാസ്ത്രമേളയുടെ പിരിവിന്റെ അടിസ്ഥാനത്തിലേ കൂടുതൽ പിരിച്ച കുട്ടികളെ സെലക്ട് ചെയ്യേണ്ടായത്. അവരെ കൊണ്ടുവന്നു, യാത്ര ചെയ്തു, മെട്രോയിൽ കയറി. ലുലുമാള് കയറാൻ പറ്റിയില്ല, തുറന്നിട്ടില്ല. മറൈൻ ഡ്രൈവ് പോകാൻ പറ്റിയില്ല, ആ ഒരു സങ്കടമുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ വരച്ചു. അതെ, അങ്ങനെ അത് കാരണം പറ്റിയില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ വിചാരിച്ചായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. മോനെ, കൊച്ചി ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ലല്ലേ പണിമുടക്ക്? ഇല്ല, കുറവാണ്. ഈ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ഈ കൊച്ചി കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അതായത് കരിപ്പൂരിൽ നിന്നും വിമാനത്തിൽ കയറി നെടുമ്പാശ്ശേരിയിൽ എത്തിയതാണ്. അവിടുന്ന് പിന്നെ കണക്റ്റിംഗ് ബസ് ഉണ്ടായിരുന്നു മെട്രോയുടെ. അങ്ങനെ ആലുവയിലെത്തി, ആലുവയിൽ നിന്ന് പിന്നെ ഇവിടെ സൗത്തിലേക്ക് എത്തുകയായിരുന്നു. അവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള യാത്രാ സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ വിഷമിച്ചു പോയത്. ഈ പണിമുടക്ക് അങ്ങനെ കുറച്ച് പേരെ വലിച്ചിട്ടുണ്ട്. അവരുടെ ഒരു വിഷമം ഈ പണിമുടക്ക് മൂലം കൊച്ചി നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ട്രെയിനിൽ കയറി തിരിച്ച് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.